ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായ സങ്കീർത്തനങ്ങൾ 13:1 വായിക്കാം. യഹോവേ, എത്രത്തോളം നീ എന്നെ മറന്നുകൊണ്ടിരിക്കും? നീ എത്രത്തോളം നിന്റെ മുഖത്തെ ഞാൻ കാണാത്തവണ്ണം മറയ്ക്കും? ക്രിസ്തു യേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം. 1 ശമൂവേൽ 19-ാം അധ്യായത്തിൽ ശൗൽ രാജാവ് മുഖാന്തരം ദാവീദ് തൻ്റെ പ്രാണന് ഭീഷണി നേരിടേണ്ടി വരുന്നു. കടുത്ത നിരാശയിൽ ദാവീദ് ദൈവത്തോട് നിലവിളിക്കുന്നു. ദൈവം തന്നെ മറന്നോ? ദൈവം തൻ്റെ മുഖത്തെ താൻ കാണാത്തവണ്ണം മറച്ചുവോ? എത്രത്തോളം താൻ ഈ അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വരും എന്ന് ദാവീദ് ദൈവത്തോട് ചോദിക്കുന്നു. ഈ സങ്കീർത്തനത്തിൽ ദൈവത്തോട് തൻ്റെ പ്രശ്നം അവതരിപ്പിക്കുകയും നിവേദനം നൽകുകയും തുടർന്ന് ദൈവത്തിന് സ്തുതി അർപ്പിക്കുകയും ചെയ്യുന്നു. ദാവീദിന് ദൈവം തന്നിൽ നിന്ന് ദൂരത്തായിരിക്കുന്നത് പോലെ തോന്നി. വളരെ അസ്വസ്ഥനാകുന്നു. ശത്രു തൻ്റെ മേൽ വിജയം പ്രാപിക്കുമെന്ന് തോന്നി. എന്നാൽ ദൈവം തന്നെ മറന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. യെശയ്യാവ് 49-ാം അധ്യായത്തിൽ കൂടി ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ കാട്ടാതിരിക്കുമോ? അവർ മറന്നുകളഞ്ഞാലും ഞാൻ നിന്നെ മറക്കുകയില്ല എന്നുള്ള വാഗ്ദാനം. പ്രിയ ദൈവവേദയിലെ ദൈവം അകലെയാണെന്നും തോന്നുന്ന ദുർഘട നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാം. അപ്പോൾ നാം ചെയ്യേണ്ടത് ദൈവത്തെ അന്വേഷിക്കുകയാണ്, അവനെ വിളിച്ചപേക്ഷിക്കുകയാണ്. ശത്രു നമ്മുടെ മുമ്പിലുള്ളപ്പോൾ തന്നെ വിടുവിക്കുന്ന ദൈവത്തിൽ നാം വിശ്വസിക്കണം. എബ്രായലേഖനം 13:5 പറയുന്നു, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. സങ്കീർത്തന ആരംഭത്തിൽ ദാവീദ് തൻ്റെ പ്രശ്നത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുവെങ്കിലും പിന്നീട് ആശ്രയം ദൈവത്തിൻ്റെ വിശ്വസ്ത സ്നേഹത്തിലേക്ക് എത്തപ്പെടുവാനിടയായി. തൻ്റെ സന്താപം സന്തോഷമായി മാറി ദൈവത്തിന് മുഴുമഹത്വം കൊടുക്കുവാനിടയാകുന്നു. നാമും പ്രതികൂലങ്ങളെ മാത്രം നോക്കി അസ്വസ്ഥരാകാതെ അതിൻ്റെ നടുവിൽ വിടുവിക്കുന്ന യേശുവിൽ വിശ്വാസമർപ്പിച്ച് വിടുതൽ പ്രാപിക്കുവാനും കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും ഇടയായിത്തീരട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കും. God bless us.